പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് തന്നു. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും ശേഷിപ്പിച്ചതോർത്ത് ദൈവ ശുശ്രൂഷയ്ക്കായി ചില നിയോഗങ്ങൾ കൂടി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്നതും അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തിയും ബലവും പകരുന്നതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ഒരു വചനം വായിക്കുന്നു. രൂത്തിന്റെ പുസ്തകം, അത് 3-ാം അധ്യായം 18-ാമത് വാക്യം. രൂത്ത് ചാപ്റ്റർ 3 വേഴ്സ് 18 വായിച്ചു കേൾപ്പിക്കുന്നു. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്ക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ വചനം കേൾക്കുമ്പോഴേ അറിയാം, രൂത്തിന്റെ പുസ്തകമായതുകൊണ്ട് അതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഈ വചനം ആരോട് പറഞ്ഞതാണെന്ന് വ്യക്തമായി നമുക്കറിയാം. അമ്മാവിയമ്മയായ നവോമി രൂത്ത് എന്ന് പറയുന്ന മോവാബി സ്ത്രീയോട് കാനാൻ നാട്ടിലെത്തിയതിന് ശേഷം പറയുന്ന വാക്കുകളാണിത്. ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കാൻ രൂത്തിന് വേണ്ടി അങ്ങനെ ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലെത്തിയെന്ന് വായിക്കുന്ന പോലെ, ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലെത്തിയതിന് ശേഷം വയലിലെത്തി കാലാപെറുക്കാൻ പോയി മടങ്ങി വന്ന് കാര്യങ്ങൾക്ക് ഒരു തീർപ്പാക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത് ആ ദിവസം മടങ്ങി വരുമ്പോൾ നവോമി ആകുന്ന ആ അമ്മ, അല്ലെങ്കിൽ അമ്മാവിയമ്മ, രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ ഉപദേശിക്കുന്ന ഒരു വാക്കാണ് കേട്ടത്. അപ്പൊ ഇതിനകത്ത് ബോവസിനെ അമ്മാവിയമ്മയാവുന്ന നവോമി കണ്ടെത്തി രൂത്തിന് കൊടുത്തിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി അതിൻ്റെ മുൻഘടനാ ക്രമം അനുസരിച്ച് അവിടുത്തെ വ്യവസ്ഥ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി അതിന് തീർപ്പ് കൽപ്പിക്കുവോളം അവന് ഇനി ഈ കാര്യം തീർക്കും വരെ അയാൾ എന്ന് പറയുന്ന ബോവസ് സ്വസ്ഥമായിരിക്കുകയില്ല. അതിനകത്ത് ഈ പുസ്തകത്തിൽ രൂത്തും ബോവസ് എന്ന് പറയുന്ന നല്ല ആ യജമാനനാകുന്ന യേശു കർത്താവും സഭയാകുന്ന മണവാട്ടിയാകുന്ന രൂത്തും ഇതിനകത്ത് ഇങ്ങനെ നിഴലിച്ചു നിൽക്കുന്നത് പോലെ അതേ ആ സാഹചര്യത്തിനകത്ത് അങ്ങനെ നിഴലായിട്ട് നിൽക്കുന്നത് പോലെ ബോവസ് എന്ന യേശു കർത്താവിൻ്റെ അടുത്ത് രൂത്ത് എന്ന് പറയുന്ന സഭയാകുന്ന രൂത്തിനെ വിവാഹം ചെയ്തിരിക്കുന്നത് പോലെ ഒരു പശ്ചാത്തലം ഇതിനകത്തുണ്ട്. അതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് കാണുമ്പോൾ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിനകത്തത്രേ രൂത്ത് എത്തിച്ചേർന്നത് എന്ന് കാണുന്നു. അപ്പൊ ഇതിനകത്ത് യേശു കർത്താവിനടുത്തേക്ക് വരുന്ന ഒരു ദൈവപൈതലിന് എങ്ങനെ ആശ്രയത്വം കിട്ടുന്നു എന്ന് വലിയൊരു പാഠം ഇതിനകത്ത് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. കാരണം യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ആ കടന്നു ചെന്ന് കർത്താവിൻ്റെ അടുത്ത് കാര്യം ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വസ്ഥതയുണ്ട്. ഇവിടെ നവോമി ഈ രൂത്തിനോട് പറയുന്ന കാര്യമുണ്ട്. ആദ്യം ബോവസിന്റെ അടുക്കൽ ചെന്നപ്പോൾ തന്നെ ബോവസ് പറഞ്ഞു, കേട്ടോ മകളെ, പെറുക്കുവാനായി വേറൊരു വയലിൽ പോകേണ്ട, മറ്റൊരിടം അന്വേഷിക്കുകയും വേണ്ട, ഇവിടെ നിനക്ക് ബാല്യക്കാര്യത്തിലൂടെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. പിന്നെ ആ ബോവസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഇത് കഴിഞ്ഞിട്ടാണ് ഈ വാക്ക് നവോമി പറയുമ്പം രൂത്തിന്റെ അകത്ത് ഒരു വസ്തുത, ഒരു കാര്യം അറിയാം. കാരണം വീണ്ടെടുപ്പുകാരൻ ചാർച്ചക്കാരനായി വീണ്ടെടുപ്പുകാരൻ, മുറപ്രകാരം വീണ്ടെടുപ്പുകാരൻ എന്നാണ് ബോവസിനെ പറയുന്നത്. അതാണ് വീണ്ടെടുപ്പുകാരനായ ബോവസും രൂത്തുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെ തന്നെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവും നാമുമായിട്ടുള്ള ബന്ധമാണ്, അതിന്റെ നിഴലാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ബോവസിനെ വീണ്ടെടുപ്പുകാരനായിട്ട് കണ്ടിട്ട് വീണ്ടെടുപ്പുകാരന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന അതിന്റെ പടികൾ, അതിനുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അഭ്യർത്ഥന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട്, ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഇവിടെ ഒരു വസ്തുത പ്രത്യേകം വ്യക്തമാണ്. അങ്ങനെ ഒന്ന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നുള്ള ഉത്തരവാദിത്വം കർത്താവിന്റെ കയ്യിലാണ്.
നവോമി പറയുന്ന കാര്യം, അയാൾ സ്വസ്ഥമായിരിക്കില്ല, ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല. ഈ വാക്ക് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം തമ്പുരാൻ നമ്മുടെ ഒരു കാര്യം ഏറ്റെടുത്തിട്ട് ദൈവം തമ്പുരാൻ അടങ്ങിയിരിക്കുകയല്ല. ചന്ദ്രകമേശ് കവേദനഗോപ് 3 പേരെ തീക്കകത്തിട്ടിട്ടേക്ക് ദൈവം മറ്റൊരിടത്തേക്ക് പോവുകയല്ല. നെബൂഖദ്നേസറും സൈന്യവും മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ ദൈവം മറ്റൊരിടത്തേക്ക് പോവുകയല്ല. ആ തീക്കകത്ത് തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ മക്കൾ വരുന്നതിന് മുമ്പ് തീക്കകത്ത് ഒന്നാമനായി വരുന്ന കർത്താവിനെ കാണുന്നത്. സിംഹക്കൂട്ടിനകത്ത് ദാനിയേൽ കിടന്നാൽ ദാനിയേലിനെ ഇട്ടിട്ട് ദൈവം ആ മറ്റൊരു വഴിക്ക് പോവുകയല്ല. ദാനിയേൽ എത്തുന്നതിന് മുമ്പേ ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ചു വിചാരമുള്ള ആ ദാനിയേലിന് വേണ്ടി ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൈവത്തെ കാണാം. കാരാഗ്രഹത്തിനകത്തു കിടക്കുന്ന പൗലോസിനെയും ശീലാസിനെയും ഇട്ടിട്ട് പോവുകയല്ല. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ തന്നെ അവിടെ പാടി ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ആ കാരാഗ്രഹ പ്രമാണിമേലുള്ള നിയോഗം ആ രാത്രി സാധിക്കുന്ന കർത്താവിനെ കാണുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവകുഞ്ഞെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ കയ്യിൽ ഫലമേൽപ്പിച്ചു കഴിഞ്ഞാൽ, വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ കയ്യിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മളല്ല കാര്യം തീരുമാനിക്കുന്നത്. നമ്മുടെ കാര്യം തീർപ്പാക്കുന്നത് വരെ സ്വസ്ഥതയില്ലാതെ നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഈ വചനം കേൾക്കുമ്പോൾ കുഞ്ഞെ, നീ ചിന്തിക്കണം, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു കർത്താവിന്റെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ, നമുക്ക് ഈ ലോകത്തിനകത്ത് സമാധാനമില്ല, അസന്തുഷ്ടമാണ്, നമ്മൾ എന്തു ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോൾ, ഈ അടുത്ത് വന്ന് ഈ രൂത്ത് ചെയ്തതുപോലെ ബോവസിന്റെ അടുക്കൽ വന്ന് ആപ്ലിക്കേഷൻ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ, കാര്യങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പദ്ധതികൾ അതേ ബോവസിന്റെ കയ്യില. സ്വസ്ഥത ആ കാര്യത്തിന് തീർപ്പാക്കുന്നത് വരെ, നിന്റെ കാര്യത്തിൽ ഒരു തീർപ്പാക്കുന്നത് വരെ, ദൈവത്തിന്റെ ഇടപെടൽ അതിനകത്തുണ്ടാകുന്നത് വരെ ദൈവം നിനക്ക് വേണ്ടി ജാഗരിക്കും. അതുകൊണ്ടാ യഹോവ നമുക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി ദൂതന്മാരെ വിട്ടും. അതേ ദൈവം ഇറങ്ങി വരേണ്ട അടുത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ അറിയുന്നത്. പതറി പോകരുത് കുഞ്ഞെ, ഭാരപ്പെട്ടു പോകരുത്. നിന്റെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുത്തത് നിത്യതയിൽ എത്തിക്കുവാനാ, തൻ്റെ അടുത്തിരുത്തുന്നത് വരെയുള്ള പ്രോസസ്. അതിനിടയ്ക്ക് തടസ്സങ്ങൾ കാണാം, അതിനിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ കാണാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്രയ്ക്കകത്ത് തടസ്സങ്ങളുണ്ട്, ചെങ്കടലുകളുണ്ട്, മരുഭൂമിയുണ്ട്, ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ട്, യോർദാനുണ്ട്. പക്ഷേ ആ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് വിളിച്ചിറക്കിയ ദൈവം വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, അവിടെ വരെ എത്തിക്കുന്നവനാ. ഇതാ വീണ്ടെടുപ്പുകാരുടെ ഉത്തരവാദിത്വം. നിത്യത വരെ നമ്മളെ എത്തിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുള്ളപ്പോ, വഴിയിൽ പ്രതിസന്ധിയുണ്ട്, തടസ്സങ്ങളുണ്ട്, ചെങ്കടൽ പോലെ മരുഭൂമിയുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനകത്ത് ഇട്ടിട്ട് പോകുന്ന കർത്താവിനെയല്ല, ആ നിത്യത വരെ എത്തിക്കുന്ന, ആ തടസ്സങ്ങളെ മാറ്റുന്ന ഒരു വീണ്ടെടുപ്പുകാരനാണ് നമുക്കുള്ളത്. ഇതാ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത. ആ വീണ്ടെടുപ്പുകാരനാണ് നമുക്കുള്ളത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആ വീണ്ടെടുപ്പുകാരന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ആ വീണ്ടെടുപ്പുകാരൻ അങ്ങയുടെ കരങ്ങളിലേക്ക് നമ്മെ തരുന്നു എന്ന് പറഞ്ഞ് പിന്നെ വന്ന് സ്വസ്ഥമായിട്ട് നിന്റെ കാര്യം ചെയ്തോ, പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവ്. ഇന്ന് അങ്ങനെ തന്നെ നമുക്ക് സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വീണ്ടെടുപ്പുകാരനാകുന്ന ബോവസ്, രൂത്ത്, വീണ്ടെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രൂത്തിന് വേണ്ടി അതേ ജാഗരിച്ചതുപോലെ, സ്വസ്ഥമായിരിക്കാതെ കാര്യങ്ങൾ ക്രമീകരിച്ചതുപോലെ, സ്വർഗീയ കർത്താവേ, സ്വർഗീയ കുഞ്ഞാടെ, ഞങ്ങൾക്ക് വേണ്ടി അതേ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാകുന്ന ഈ നല്ല യേശു കർത്താവേ, അർഹതയില്ലാത്ത ഞങ്ങളെ വീണ്ടെടുത്ത്, ഞങ്ങൾ സമർപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ജാഗരിച്ച് ഞങ്ങളെ നിത്യതയിൽ എത്തിക്കുന്നത് വരെ ഈ ലോകത്തിലെ കാര്യങ്ങളുടെ മേൽ അതേ ഞങ്ങളോടൊപ്പം പടകിൽ അധിവസിക്കുന്നവനായി, കൂടെയുള്ളതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. കൂടിയിരിക്കുന്ന, അവർക്ക് വേണ്ടി ജാഗരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകലമാന മുഖത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമായ ശരകടിയിൽ നമ്മൾ പരിപാലിക്കപ്പെടട്ടെ. ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.